Hey all, welcome back to our channel Learn to Lead. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ പേപ്പറായ ന്യൂമറിക്കൽ അനാലിസിസ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1 ആയ ന്യൂമറിക്കൽ അനാലിസിസിലെ തേർഡ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ അല്ലെങ്കിൽ റെഗുലർ ഫാൾസ് മെത്തേഡ് എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ പറ്റും. സോ റെഗുലർ ഫാൾസ് മെത്തേഡ് എന്ന് ചോദിച്ചാലും മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എക്സാമിനായിട്ട് എന്താണ് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ ഓർ വാട്ട് ഈസ് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ എന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ട് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ യൂസ് ചെയ്തിട്ട് റൂട്ട് കണ്ടുപിടിക്കാനും പറയാം. ഇങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. മെത്തേഡ് ഓഫ് ഫാൾസി പൊസിഷൻ. The method of false position, also known as false position method, is a numerical technique used to find the root of equation of the form of f of x is equal to 0. So, f of x is equal to 0 എന്ന ഇക്വേഷൻസിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഏത് മെത്തേഡ് ഓഫ് ഫാൾസി പൊസിഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബൈസെക്ഷൻ മെത്തേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ബൈസെക്ഷൻ മെത്തേഡും ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. ആൻഡ് അതേപോലെ തന്നെയാണ് ഈ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് നമ്മൾ സ്റ്റാർട്ടിങ്ങില്ലേ നമ്മൾ ഇൻ്റർവെൽസ് നോക്കിയ മെത്തേഡ്സും സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ ഇക്വേഷന് മാത്രം റൂട്ട് കണ്ടുപിടിക്കാനുള്ള എക്സ് എന്ന ഇക്വേഷൻ മാത്രമാണ് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി പോവാം. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സാമ്പിളാണ് ഫൈൻഡ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 എന്ന ഇക്വേഷൻ. സോ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് ബൈസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ റെഗുലർ ഫാൾസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഇവിടെ തമ്മിലുള്ള ഇൻ്റർവെൽ വേണം. സോ നമുക്ക് ആദ്യം ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. ഇൻ്റർവെൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 എന്ന എഫ് ഓഫ് എക്സ് എന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിലോട്ട് 0 മുതലുള്ള നമ്പേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് 0 മുതലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് വരുന്ന വാല്യൂ രണ്ട് കോൺസിക്യൂട്ടീവ് വാല്യൂ നെഗറ്റീവ് പോസിറ്റീവ് എന്ന റീജിയനിൽ വരികയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ആയിരിക്കും ഇൻ്റർവെലാക്കി എടുക്കുന്നുണ്ടാവുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈസെക്ഷൻ മെത്തേഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ബൈസെക്ഷൻ മെത്തേഡിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ പ്ലേലിസ്റ്റിൽ ബൈസെക്ഷൻ മെത്തേഡിൻ്റെ വീഡിയോ ഉണ്ടാകും. ആ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്കിതിന് ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. ഇൻ്റർവെൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ച് പോവാം. തന്നിട്ടില്ലെങ്കിൽ ആദ്യം ഇൻ്റർവെൽ വേണം കണ്ടുപിടിക്കാനായിട്ട്. സോ ആദ്യം നമുക്ക് ഇൻ്റർവെൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിലോട്ട് എക്സിൻ്റെ സ്ഥാനത്തോട്ട് 0 ആഡ് ചെയ്ത് കൊടുത്തു. സോ 0 കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് -5 എന്ന് കിട്ടി, എഫ് ഓഫ് 1 -6 എന്ന് കിട്ടി, എഫ് ഓഫ് 2 -1 കിട്ടി, 3 എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 16 കിട്ടി. സോ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന റേഞ്ചിൽ നമുക്ക് വാല്യൂ വന്നത് എഫ് ഓഫ് 2 കൊടുക്കുമ്പോൾ -1ഉം എഫ് ഓഫ് 3 കൊടുക്കുമ്പോൾ 16 ആണ്. സോ ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2ഉം 3 ആയിരിക്കും. കാരണം നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന ഇൻ്റർവെൽ വന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇൻ്റർവെൽ എന്തായിരിക്കും? 2ഉം 3 ആയിരിക്കും. സോ 2ഉം 3 ആയതുകൊണ്ട് തന്നെ എയുടെ വാല്യൂ 2 ആയിട്ടും ബിയുടെ വാല്യൂ 3 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഇൻ്റർവെൽ കിട്ടി, ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 and 3, ദാറ്റ് ഈസ് എ ഈക്വൽ ടു 2ഉം ബി ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെഗുലർ ഫാൾസി മെത്തേഡിൻ്റെ ഇക്വേഷനാണ് നോക്കാൻ പോകുന്നത്. സോ റെഗുലർ ഫാൾസി മെത്തേഡിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. സെയിം സ്റ്റെപ്പ് തന്നെയാണ് ബൈസെക്ഷൻ മെത്തേഡ് പോലെ തന്നെ സെയിം സ്റ്റെപ്പാണ്. ബൈസെക്ഷൻ മെത്തേഡ് നമ്മൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? a+b/2 എന്ന ഫോമാറ്റിലാണ് നമ്മൾ അവിടെ എക്സ് കണ്ടുപിടിച്ചത്, റൂട്ട് കണ്ടുപിടിച്ചത്. ആൻഡ് ഇവിടെ നമ്മൾ റൂട്ട് കണ്ടുപിടിച്ചത് എക്സ് ഈക്വൽ ടു
എ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് എ എന്ത് നീട്ടി, എൻ്റെ ഇൻ്റർവെൽ 2, 3 എന്ന് കിട്ടി. സോ എ ഈക്വൽ ടു 2 എന്നും ബി ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ എൻ്റെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്തു, 2ഉം 3യും കൊടുത്തു. ആൻഡ് എഫ് ഓഫ് 2 കണ്ടുപിടിച്ചു, എഫ് ഓഫ് 3 കണ്ടുപിടിച്ചു. ആ ടൈമിൽ നമുക്ക് എഫ് ഓഫ് 3 കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടിയ വാല്യൂ 16 ആണ്. സോ ആ 16 ആണ് എഫ് ഓഫ് ബീൻ്റെ കേസിൽ എഴുതിയിട്ടുള്ളത്. ആൻഡ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് -1 ആണ്. സോ നമ്മൾ ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന എക്സ് എന്ന് പറയുന്നത് x0 അല്ലേ. സോ x0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 35 ഡിവൈഡഡ് ബൈ 17 കിട്ടും. ദാറ്റ് ഈസ് 2.058 എന്ന് കിട്ടും. സോ ഇതുവരെ ക്ലിയർ ആണോ? നമുക്ക് ആദ്യം നമ്മൾ ഇൻ്റർവെൽ കണ്ടുപിടിച്ചു. ആ ഇൻ്റർവെൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, x0 കണ്ടുപിടിച്ചു. ഏത് ഇക്വേഷനിലോട്ട്, എ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന ഇക്വേഷനിലേക്കിട്ട് നമ്മൾ എന്ത് പഠിച്ചു, x0 കണ്ടുപിടിച്ചു. ഇത് നമുക്ക് കിട്ടിയപ്പോൾ x0 ഏതായിരുന്നു, 2.058 എന്ന x0 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബൈസെക്ഷൻ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടിയ ആദ്യത്തെ x0 നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫംഗ്ഷനിലോട്ട് ഇട്ട് കൊടുക്കും. ഫംഗ്ഷനിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ വാല്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കും. നെഗറ്റീവ് ആണെങ്കിൽ എനെ റീപ്ലേസ് ചെയ്യും, പോസിറ്റീവ് ആണെങ്കിൽ ബിനെ റീപ്ലേസ് ചെയ്യും. സെയിം തന്നെയാണ് ഇവിടെ, നമുക്ക് നോക്കി പോകാം. സോ എഫ് ഓഫ് 2.058 ചെയ്തു. എഫ് ഓഫ് 2.058 എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, x³ മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 ആയിരുന്നില്ലേ. സോ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുത്തു, 2.058 കൊടുത്തു. ആൻഡ് അപ്പം നമുക്ക് കിട്ടിയ വാല്യൂ -0.4 ആണ്. നമുക്കിവിടെ കിട്ടിയ എന്ത് വാല്യൂ ആയിരുന്നു, നെഗറ്റീവ് വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് മുന്നേ നെഗറ്റീവ് കിട്ടിയ വാല്യൂ ഏതായിരുന്നു, എഫ് ഓഫ് 2, ദാറ്റ് ഈസ് എ ഈക്വൽ ടു 2 ആവുന്ന കേസിലാണ് നമുക്ക് മുന്നേ നെഗറ്റീവ് കിട്ടിയത്. ഇപ്പം നമുക്ക് നെഗറ്റീവ് കിട്ടിയത് 2.058 ആണ് നെഗറ്റീവ് കിട്ടി. സോ നമ്മൾ എ ഈക്വൽ ടു 2 നിന്ന് എൻ്റെ വാല്യൂ എന്താക്കി മാറ്റി, 2.058 ആയി മാറ്റി. നമ്മൾ എൻ്റെ വാല്യൂ 2.058 ആക്കി മാറ്റി. ഏതിൽ നിന്ന്, 2 നിന്ന്. പക്ഷെ ബിയിലോട്ടും ഒരു ചേഞ്ച് തന്നെ അല്ല. ഇപ്പോൾ നമുക്ക് ഇൻ്റർവെൽ എന്തായി മാറി, 2.058 ആൻഡ് 3 എന്നായി ഇൻ്റർവെൽ. എഗെയിൻ ഈ ഇൻ്റർവെൽ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക, x1 കണ്ടുപിടിക്കുക. എൻ്റെ സ്ഥാനത്തിൽ 2.058 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിൻ്റെ സ്ഥാനത്തിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, 2.0809 എന്ന വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഈ 2.0809 എന്ന വാല്യൂവിന് നമ്മൾ എന്തൊക്കെ ചെയ്തു, ആ വാല്യൂ വെച്ചിട്ട് എഗെയിൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ നോക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടിയത് -0.162 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ -0.162 എന്ന് പറയുന്നത് എന്താ, നെഗറ്റീവ് വാല്യൂ ആണ്. സോ നമ്മളിവിടെ എന്തായിരിക്കും റീപ്ലേസ് ചെയ്യുന്നുണ്ടാവുക, എൻ്റെ വാല്യൂ ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നുണ്ടാവുക. സോ എ എന്ന് പറയുന്നത് എന്താകും, 2.08ഉം അതുപോലെ തന്നെ 3 ആയി മാറും. അപ്പോൾ നമുക്ക് പുതിയ ഇൻ്റർവെൽ എത്തി, 2.08ഉം 3 എന്ന പുതിയ ഇൻ്റർവെൽ എത്തി. ആ ഇൻ്റർവെൽ വെച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകണേ, x2 കണ്ടുപിടിക്കാൻ പോകണം. സോ x2 കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ വാല്യൂ 2.089 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 2.089 എന്ന വാല്യൂ കിട്ടുന്നുണ്ടാവുക. നമുക്ക് കിട്ടിയ ഇപ്പോൾ x2ൻ്റെ വാല്യൂയും മുന്നേ കിട്ടിയ x1ൻ്റെ വാല്യൂം ഒരു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. ഫുള്ളി ഈക്വൽ അല്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്തായിരിക്കും എടുക്കുന്നുണ്ടാവുക, 2.089 ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ ഈ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ മൈനസ് 2x മൈനസ് 5 എന്ന ഇക്വേഷൻ്റെ റൂട്ടിൻ്റെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്തായി കിട്ടി, 2.089 കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ നെബുല ഫോൾസി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നു. ഇൻ്റർവെൽ കിട്ടിയതിന് ശേഷം അത് വെച്ചിട്ട് x0 കണ്ടുപിടിക്കുന്നു. x0 എന്ന വാല്യൂവിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് മൈനസ് ആണ് കിട്ടിയെങ്കിൽ, നെഗറ്റീവ് വാല്യൂ കിട്ടിയെങ്കിൽ എനെ റീപ്ലേസ് ചെയ്യുക, പോസിറ്റീവ് വാല്യൂ കിട്ടിയെങ്കിൽ ബിനെ റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻസ് നമ്മുടെ റെഗുലർ ഫോൾസി മെത്തേഡ് ചെയ്യേണ്ടത്. സോ എവറിത്തിങ് ഈസ് ക്ലിയർ. ആൻഡ് നമുക്കൊരു ഹോംവർക്കും കൂടി ചെയ്യാം. ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് നമ്മൾ റെഗുലർ ഫോൾസി മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇക്വേഷൻ ഈസ് 4x³ മൈനസ് 2x
6 = 0. ഈ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക ബൈ ദ മെത്തേഡ് റെഗുലർ ഫാൾസി പൊസിഷൻ. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.